ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ എല്ലാവർക്കും സ്തോത്രം ചെയ്യാൻ കഴിയുന്നു. എന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നത് അവന്റെ വിശുദ്ധ നാമത്തിൽ മാത്രമേ കഴിയൂ. വിശുദ്ധിയോടെ യേശുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണത്തോട് ദൈവവചനം വായിക്കുമ്പോൾ ഒരു ശുദ്ധീകരണം നമ്മൾ നടക്കും. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുമ്പോൾ ഒരു ശുദ്ധീകരണം നമ്മൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ എന്ന് നെഞ്ചിൽ തൊട്ട് പറയുമ്പോൾ ഒരു ശുദ്ധീകരണം നടക്കും. സ്വത്രം വിശുദ്ധി ആലയത്തിന് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്ന നാമാണ്. പുതിയ നിയമസഭയിൽ ദൈവത്തിന്റെ മന്ദിരമെന്നും മലയമെന്നും പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ഈ മന്ദിരം ദൈവം വസിക്കുന്ന മന്ദിരം, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ ദാനമാണ്. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളിലിരിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നന്ദിയോട് 3:16 വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. ഒന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പേടിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചെന്ന എപ്പോഴും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവവാക്യം. സ്വത്രം വെള്ളപ്പേന്റ് വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ കറുത്ത പേന്റും വെള്ളം ഉടുപ്പിടുന്നവരുണ്ട്, കളർ ഷർട്ട് ഇടുന്നവരുണ്ട്, കറുത്ത ഉടുപ്പിടുന്നവരുണ്ട്. ദൈവം പ്രസാദിക്കുമോ? ഇല്ലെന്നാണ് പഴയ കാലത്തുള്ള അപ്പച്ചന്മാർ അവിടെ കൊച്ചുകൾ അനുഭവം. ഇവിടെ പറയുന്നു ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. പുറമേ എന്ത് നീ ധരിക്കുന്നു എന്നുള്ളവരല്ല, വിശുദ്ധനായി ഹൃദയ വിശുദ്ധിയോടുകൂടെ മാലിന്യമകത്തു കടക്കാതെ വണ്ണം അതിന്റെ പരിണിത ഫലം അവരുടെ പുറത്ത് വരാതെ വണ്ണം സ്വത്രം സൂക്ഷിക്കുമെങ്കിൽ നീ ദൈവത്തെ കാണും. ദൈവത്തെ കണ്ടാൽ മറ്റാരെയും കണ്ട് നീ കരയേണ്ടി വരികയില്ല. ഡോക്ടറെ കണ്ട് നിലവിളിക്കേണ്ടി വരികയില്ല. അഡ്വക്കേറ്റിനെ കണ്ട് കരയുന്നതിനേക്കാൾ നിന്റെ ജീവിതത്തെ വിശുദ്ധമാക്കിക്കൊണ്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യം പരിഹരിച്ചതിന് വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പാദപീഠത്തിൽ വീഴുമെങ്കിൽ കാര്യങ്ങളെ നേരെയാക്കുന്ന ദൈവം നമ്മുടെ ദൈവം. സ്വത്രം ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും ദൈവം. വിശുദ്ധ വസ്ത്ര അലങ്കാരങ്ങളൊക്കെ പറയുന്നത് പുറമേ നല്ലത് തന്നെ, അകമേയുള്ള അലങ്കാരത്തെയാണ് കാര്യം. അത്രയും പറഞ്ഞ് ഞാൻ മടങ്ങി വരുന്നു. 2-ാം വാക്യം ഒന്ന് വായിക്കാം. ഏതോ വലിയ ആപത്തുകൾ തരണം ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോ ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയെന്നാണ് എന്റെ മുഴുവൻ വായിച്ച്. ഈ 3 സങ്കീർത്തനം 93, 97, 99 3 സങ്കീർത്തനങ്ങൾ വായിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയൊരു കാര്യം. സ്വത്രം സ്വത്രം സ്വത്രം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, വലിയ പ്രതിസന്ധികൾ നമ്മൾ മധ്യത്തിൽ തരണം ചെയ്യാൻ കഴിയാത്ത ഭയങ്കരമായ വിഷയങ്ങൾ തന്നെ ഭാരപ്പെട്ട് വ്യാകുലപ്പെടുമ്പോൾ തന്നെ താഴ്ത്തി കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് കഴുകലിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം പിന്നെ ആമേൻ പറഞ്ഞു കഴിയുമ്പോൾ എവിടെ പോയെന്ന് നമ്മൾ കഴിയുന്നില്ല. സ്വത്രം സ്വത്രം സ്വത്രം. നന്ദിയോട് എന്തെല്ലാം എതിർപ്പുകൾ വന്നാൽ 96:10 നമ്മൾ വായിക്കുന്നു. 96:10 വായിക്കാം. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു.
അവൻ ജാതികളെ നേരോടെ വിധിക്കും. യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ ഇടയിൽ പറയും. എന്തെല്ലാം എതിർപ്പ് വന്നാലും ആരെല്ലാം നിന്നെ പരിഹസിച്ച് പുച്ഛിച്ചു തള്ളിയാലും നീ പറയണം, യഹോവ എന്നെ വാഴുന്നു. എന്നെ ഭരിക്കുന്നത്, എന്നെ നടത്തുന്നത്, എന്നെ പരിപാലിക്കുന്നത്, എന്നെ കരമടിച്ചിരിക്കുന്നത് എന്റെ ദൈവമാണ്. എന്തെല്ലാം എതിർപ്പ് വന്നാലും സ്വന്തം ഇളകാത്ത ഒരു രാജ്യം കർത്താവ് സ്ഥാപിക്കാൻ പോവുകയാണ്. സ്വന്തം അതിന് ആ രാജ്യത്തിലും കർത്താവ് വാഴുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം ഈ വചനം നമ്മൾ അനുഭവിക്കുന്നത്. ഈ ജീവിതത്തിൽ കർത്താവ് വാഴുമ്പോൾ തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏത് എതിർപ്പും പ്രതിസന്ധികളുടെ നടുവിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷമതകളുടെ നടുവിൽ അകപ്പെടുമ്പോഴും വാഴുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഇതാ പുതുവാന ഭൂമി വരാൻ പോവുകയാണ്. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഭൂമിയിലുള്ള പദാർത്ഥങ്ങളും കത്തി എരിഞ്ഞ് ഉരുകിപ്പോകും. മാറകൾ തന്നെ ഉരുകിപ്പോകും. പുതിയ ആകാശം പുതിയ ഭൂമി വരും. അതിൽ കർത്താവിലേക്ക് വാഴും. അതിൽ ഞാനെ കാണാം. സ്തോത്രം പറയാം. സ്തോത്രം. നന്ദിയോട് അവിടെ നമ്മൾ വായിച്ചു നോക്കണം. മൂന്നാമത്തെ വാക്യം വായിക്കാം. യഹോവയെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. ദൈവത്തിന്റെ ഉപദേശവും ദൈവത്തിന്റെ സാക്ഷ്യവും ജീവിതത്തിൽ കൈക്കൊണ്ട് ജീവിച്ച് കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തും. സ്വത്രം ജാതികളെയാണ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. കുടുംബക്കാർ രക്ഷിക്കപ്പെടാത്ത എതിരെ നിൽക്കുന്നവരെയാണ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അവർ ശബ്ദമുയർത്തും. സ്വത്രം സ്വത്രം സ്വത്രം. അവർ തമ്മിൽ കലഹങ്ങളുണ്ടാക്കും. അവർ വെല്ലുവിളികൾ ഉയർത്തും. ലഭിക്കേണ്ട നന്മകളെ തരാതെ പുറത്തു തള്ളിക്കളയും. സ്വത്രം. എന്തുകൊണ്ട്? നിനക്കൊരു ഇളകാത്ത രാജ്യമുണ്ട്, നീ വലിയ സമ്പന്നയാണ് എന്ന് പിശാചിനറിയാം. സ്വത്രം. നന്ദിയോട് പിശാചിനറിയാം, നീ വലിയ സമ്പന്നയാണ്, നിനക്കിളകാത്ത ഒരു രാജ്യമുണ്ട്, നിന്റെ കർത്തൃത്വം നടത്തുന്നതും വാഴുന്നതുമായ ഒരു മഹാരാജാവുണ്ട് പറഞ്ഞിട്ട് പിശാചിന് അറിഞ്ഞിട്ടാണ് ഈ വ്യക്തികളിൽ പിടിക്കാൻ പോരാട്ടം. ഇത് നമ്മൾ തിരിച്ചറിയണം. സ്വത്രം സ്വത്രം. നന്ദിയോട് ഞാൻ ദൈവത്തെ നന്ദിയോട് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം കൂടി. ജാതികൾ കലഹിക്കുന്നത് വംശങ്ങൾ വ്യക്തമായി 2:1 മുതൽ വായിച്ച സങ്കീർത്തനം 2:1 മുതൽ സമയമെടുത്തോണ്ട് വായിക്കുന്നില്ല. ജാതികൾ കലഹിക്കുന്നത് വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നുണ്ട്. യഹോവയ്ക്കോ അവന്റെ അഭിഷിക്തന് വിരോധമായി. സ്വത്രം 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 എന്ന് വായിച്ചാലും തെറ്റില്ല. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നത് യഹോവയ്ക്കും അവന്റെ അഭിഷക്തിന് വിരോധമായി. ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്ന എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. അധിപതികൾ തമ്മിൽ കൂടിയാലോചിക്കുന്നു. 4 കൂട്ടം എഴുന്നേറ്റിരിക്കുന്നു. ജാതികളുടെ കൂട്ടം എഴുന്നേറ്റിരിക്കുന്നു, വംശങ്ങളുടെ കൂട്ടം എഴുന്നേറ്റിരിക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തന് വിരോധമായി രാജാക്കന്മാർ ഭരണം നടത്തുന്നവർ എഴുന്നേൽക്കുന്നു. അധിപതികൾ, ദേശത്തിന്റെ അധിപതികൾ നിയമങ്ങളും മറ്റും ഘടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തെ ഇവരിൽ നിന്ന് മുറിച്ചു മാറ്റുവാൻ അവർ ആവുന്നത് ശ്രമിച്ചു. വായിക്കുന്നു, ദൈവം അവരെ നോക്കി ചിരിക്കുന്നു. ദൈവം അവരെ നോക്കി ചിരിക്കുന്നു. നാം അവരുടെ കയറുകളെ എറിഞ്ഞു കിടക്കാം, അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകൾ എറിഞ്ഞു കിടക്കാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന്, അവരുമായിട്ടുള്ള ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് അവരെ എന്നേക്കുമായി മുറിച്ചു മാറ്റുക സാധ്യമാക്കുന്ന ആകുന്ന കാര്യമല്ല. അതുകൊണ്ട് വേണം എല്ലായ്പ്പോഴും ഉടമ്പടി ചെയ്ത് തീരുമാനമെടുത്ത് വിശുദ്ധിക്ക് കളങ്കം പറ്റാതെ അങ്ങനെ ഒരു വാഴ്ച നടത്തുവാൻ, അങ്ങനെ അധികാരം നടത്തുവാൻ, അങ്ങനെ ഭരിക്കുവാൻ പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ വിട്ടുതരികയാണ്. എന്റെ ബുദ്ധി എന്നെ ഭരിക്കരുത്, എന്നെ മറ്റാരും ഭരിക്കരുത്, അങ്ങ് തന്നെ എന്നെ ഭരിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. നന്ദിയോട് സ്വത്രം സ്വത്രം. നിന്റെ സാക്ഷ്യങ്ങൾ എത്ര നിശ്ചയമുള്ളവ കണ്ടോ, നിന്റെ സാക്ഷ്യങ്ങൾ എത്ര നിശ്ചയമുള്ളവ. നന്ദിയോട് അതേ പ്രിയമുള്ളവർ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടും നീതിയോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കണം. ഒരു വചനങ്ങൾ വായിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം
1:4 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ആകയാൽ അവൻ നമുക്ക് രാജ്യം പ്രാപിക്കുന്നത് ഇല്ല ആകയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. വായിക്കാം. ഇവയാൽ നിങ്ങൾ ലോകത്താലുള്ള നാശപ്പെട്ടൊഴിഞ്ഞ് വായിക്കാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. വായിക്കാം. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് സഹോദരപ്രീതിയോട് ഭക്തിയോട് സ്ഥിരതയോട് ദൈവസ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ രാജ്യം സംബന്ധിച്ച് ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്, ആശപ്പെടാത്തവരാണ്, അവയില്ലാത്ത ഗുരുടനാണെന്ന് എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് വായിച്ചില്ല. വീര്യം കൂട്ടി വിശ്വാസത്തോട് ചേർന്ന് ജീവിച്ചു കൊള്ളണം. വിശ്വാസത്തെ കുറഞ്ഞു പോകരുത്. നല്ലൊരു സ്വോത്രം അതൊരു ഉത്സവവും കഴിക്കണം. വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വീര്യം കൂട്ടിയാൽ പോരാ, പരിജ്ഞാനം കൂട്ടണം. വിശ്വാസത്തോട് പരിജ്ഞാനം കൂട്ടണം. വിശ്വാസത്തോട് ഇന്ദ്രിയം കൂട്ടണം. വിശ്വാസത്തോട് സ്ഥിരത കൂട്ടണം. വിശ്വാസത്തോട് ഭക്തി കൂട്ടണം. ഭക്തിയോട് സഹോദരപ്രീതി കൂട്ടണം. സഹോദരപ്രീതിയോട് സ്നേഹം കൂട്ടണം. ഓരോ ദിവസവും ഈ വചനം നാം ഒന്ന് പരിശോധിച്ച് അടുത്തവണ ഒരുക്കപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കും. കർത്താവ് തന്നെ നമ്മെ ഭരിക്കും. കർത്താവ് തന്നെ നമ്മുടെ എല്ലാ വശങ്ങളെ നിയന്ത്രിക്കും. നമ്മൾ ഏറ്റവും തേജസ്സേറിയ ശ്രേഷ്ഠമേറിയ ജയജീവിതം ഈ ലോകത്തിൽ വെച്ച് തരും. നമുക്ക് കർത്താവ് ഈ ഭൂമിയിൽ രാജ്യത്തും സ്ഥാപിക്കാൻ കടന്നു വരുന്ന 1000 ആണ്ടത്തെ വാഴ്ചയിൽ കർത്താവ് നമുക്ക് വലിയ ഭാഗ്യകരമായ വലിയ അവകാശങ്ങളെ ദൈവം വീതിച്ചു തരും. ഈ ഭാഗ്യം ലഭിച്ചവരാണ് ഞെരുക്കത്തിലൂടെ, കഷ്ടത്തിലൂടെ, ഇടുക്കുവാനിലൂടെ കടക്കുവാൻ ഒരു പോരാട്ടം കഴിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് വരേണ്ടത്. ക്രിസ്ത്യ ജീവിതം സന്തോഷ ജീവിതമാണെങ്കിലും ജീവിത സ്വഭാവങ്ങളിൽ നമ്മൾ ഒതുങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ അതിനെയാണ് പറയുന്നത് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാട്ടം കഴിക്കണം. അതിനുവേണ്ടി നമ്മളെ ഞെരുക്കണം, വളരെ ഒതുങ്ങി കൊടുക്കണം, വളരെയധികം ഇടുക്കത്തിൽ വളരെ നുഴഞ്ഞു കയറി വേണം നമ്മൾ വിശാലത്തിലേക്ക് എത്തിച്ചത്. ജീവന്റെ വഴി ഇടുക്കവും അതിലൂടെ കടക്കുന്നവർ ചുരുക്കും. മാസത്തിന്റെ വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമാകും. അനേകരുടെ കൂട്ടത്തിലല്ല നമ്മൾ പോകുന്നത്. ഇടുക്കമുള്ള ജീവന്റെ വഴിയിലൂടെ ഇന്നത്തെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന അനുഭവം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കും.